എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങൾ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളെ പോലെ അവിടുത്തെ യാഗപീഠങ്ങളെ തന്നെ. പ്രാർത്ഥിക്കാൻ. ഉയർപ്പിൻ്റെ അനുഗ്രഹങ്ങളെ സകലർക്കും നൽകി സംശയങ്ങളെ ദൂരീകരിച്ച് എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന സമർപ്പണത്തിലേക്ക് എത്തുവാൻ മനസ്സലിവുണ്ടായ സർവശക്തനായ ക്രിസ്തുവേ, മനോഹരമാർന്ന ഈ പ്രഭാതം ഞങ്ങൾക്ക് ദാനം നൽകിയ വലിയ ദയക്കായി നന്ദിയപ്പ. ഒരാഴ്ചയുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെ ഇരിക്കുകയും തിരുമേനിയുടെ പൊന്നു സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മറച്ച് പരിപാലിക്കുകയും ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ ആരാധന വാഴ്ത്തി അനുഗ്രഹിക്കുകയും അവിടുത്തെ മുഖത്തെ കണ്ട് ആത്മനിർഭരമുള്ള ഒരു ശുശ്രൂഷ ഞങ്ങൾ അനുഭവിക്കാൻ തദ്വാര സൗഖ്യവും സമാധാനവും ആശ്വാസവും പ്രാപിക്കേണ്ടതിന് സർവശക്തരിക്കണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ മേലും അനുഗ്രഹത്തെ അയക്കുകയും കേൾവിക്കാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുകൾ നടക്കുകയും ചെയ്താലും വിവിധ ഭാഗങ്ങളെടുക്കുന്ന മക്കള് കൊയർലനങ്ങളെ വേണം വായിക്കുന്ന എല്ലാവരെയും കരുതണമേ. തിരുസാന്നിധ്യം ആരാധനയിൽ ആദ്യോടൊന്നും അനുഭവിക്കുന്നതിനും അവിടുത്തെ അധ്യക്ഷതയിൽ ആരാധന ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദയവായി പ്രാർത്ഥന കേൾക്കണം ദൈവമേ. ആമേൻ. ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കും സ്തുതിക്കുമായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ 11ാമത്തെ ഗീതം പാടാം. എന്നാത്മാവേ നിന്നെയും മറ്റു സൃഷ്ടി സർവവും ആരംഭിക്കുന്ന 11ാമത്തെ ഗീതം. ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആരാധനക്രമം 5ാമത്തെ പുറം ലിതാനികളിൽ 3ാമത്തെ പാട്ട്. ആരാധനക്രമം 5ാമത്തെ പുറം സ്തുതി ലിതാനികളിൽ 3ാമത്തെ പാട്ട്.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും വരുവാനിരിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ മേൽ ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ രക്ഷയിക്കണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. ശ്രേഷ്ഠാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയരോട് കൃപ ചെയ്ത മശിഹാ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവിൽ പ്രിയ സത്യേ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ വിശുദ്ധ തിരുവചനം നമ്മെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ മുട്ടുമടക്കി നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്ത് വിനയത്തോടെ നമുക്ക് സ്വതന്ത്രരാകാൻ ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ. ശാന്തമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് അവിടുത്തെ മുഖത്ത് നോക്കാൻ പ്രാപ്തിയുള്ളവരല്ല എന്ന് നമുക്കറിയാം. എന്നാൽ നിന്റെ പാപം എത്ര കടിച്ചൊപ്പായിരുന്നാലും ഹിമത്തെ പോലെ വെളുപ്പിക്കാമെന്നും രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞ പോലെ ആക്കി തീർക്കാമെന്നും പഠിപ്പിച്ച യേശു രക്ഷകന്റെ മുഖത്ത് നോക്കുമ്പോൾ പരിപൂർണമായി ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് പാപത്തിനുള്ള സൗഖ്യം ദൈവം നമുക്ക് നൽകും. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും പിടിച്ചുപോയ പിഴകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ടുപോയ കുറവുകൾ ഒന്നൊന്നായി ഉണർന്ന് അവിടുത്തെ പാദങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് മനഃപൂർവ്വമായി ഏറ്റുപറയാം. പാപസ്വീകാര പ്രാർത്ഥനയായി ആരാധനക്രമം 10ാമത്തെ പുറത്തിൽ അവസാനമായി കാണുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പറയാം. 10ാമത്തെ പുറം അവസാനത്തെ ഭാഗം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളാമെന്ന അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെ വിചാരത്തിലും പ്രാപ്തി ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുമ്പാകെ അറപ്പും പുറപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കട്ടുപണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോടും എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തിയായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളെ ക്ഷണിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ തീരുമാനമായ ദൈവമേ,
സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശ്രമിക്കാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടുകൂടെ എതിരേൽക്കാൻ അവിടുത്തെ മഹത്വരാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ഞാൻ ശേഷിപ്പിച്ചു വച്ചിരിക്കുന്നവരോട് ക്ഷമിക്കുകയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിന്റെ അകൃത്യം അന്വേഷിച്ചാൽ അതില്ലാതിരിക്കും. യഹൂദന്റെ പാപം അന്വേഷിച്ചാൽ അത് കാണുകയില്ല എന്നും ദൈവത്തിന്റെ അരുളപ്പാട്. ഞാൻ കാണുന്നൂലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് യേശുവിന്റെ അരുളപ്പാട്. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന പ്രകാശം നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ തന്നെ മാത്രമല്ല സകല ലോകത്തിന്റെ പാപത്തിനും തന്നെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ സകല ബലഹീനതകളും കുറവുകളും ദൈവം തമ്പുരാൻ സ്വയം ഏറ്റെടുത്തുവല്ലോ. ആ ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കാനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ, വ്യത്യസ്ത അവസ്ഥകളിലും ദൈവകൃപ കൊണ്ട് നാം നിറച്ച് നടത്തുന്ന അരുമനാഥന്റെ പിന്നെ മുഖത്ത് നോക്കി 1000 നന്ദി അറിയിക്കാം. ആരാധനക്രമം 15-ാമത്തെ പുറത്ത് കാണുന്ന സ്തോത്ര അപേക്ഷയുടെ പിന്നാലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറയാം. ഓരോ സ്തോത്ര അപേക്ഷയും ഹൃദയംഗമായി ശ്രദ്ധിച്ച് സമർപ്പണത്തോടെ അതിന്റെ പിന്നാലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറയാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹമുള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവം തന്നെ ഞങ്ങൾക്കായി വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദര സഹോദരിമാർ മുതലായി ഞങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്ക് വേണ്ടിയും സഭാ ശുശ്രൂഷകന്മാർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റു വിജനമാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനംപ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം ഈ വക നന്മകൾ നൽകി കരുതിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയിലൂടെ ലഭ്യമാകുന്ന വിവിധ ശുശ്രൂഷകൾക്കായും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ അവിടുത്തെ നടത്തിപ്പ് നൽകി കരുതിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും നമ്മോടുകൂടെ വസിക്കുന്ന അത്ഭുതതയ്ക്കായി ദൈവവചനം എന്ന വിശിഷ്ട ദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവന് വേണ്ടിയും നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി 17-ാമത്തെ പുറത്ത് കാണുന്ന സ്തോത്ര പ്രാർത്ഥന ഒരുമിച്ച് അർപ്പിക്കാൻ. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനായിരിക്കണമെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങൾ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുമെന്ന് വിശ്വസിക്കാൻ കൃപയറിയണമേ. തികഞ്ഞ പരമാർത്ഥയോടുകൂടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തമായ മനസ്സോടുകൂടി
അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശുമിശിഹായിൽ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമേ, അവിടുത്തെ അത്ഭുത കൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിച്ചു. തദ്വാരായി ഞങ്ങൾ അർപ്പിക്കപ്പെട്ട സ്തോത്രം അവിടുന്ന് അംഗീകരിച്ചതിന് നന്ദി. ദൈവമക്കളായി ജീവിക്കുവാനും ഞങ്ങളമ്മേ എൻ്റെ കർത്താവും ദൈവമായുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് സമർപ്പണത്തോടും സ്വീകരിക്കലോടുകൂടെ മുന്നേറുവാനും കഴിയുണ്ടാകണമേ. ആരാധനയെ തുടർന്നും പരിശുദ്ധാത്മാവെ അത്ഭുതകരമായി ഇടപെടണമേ. തൃത്വനാമത്തിൽ അപേക്ഷിക്കുന്നത് അംഗീകരിക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും വീണ്ടും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ 124 ഗീതമാണ്. 124 ഗീതം. നിൽക്കുമ്പോൾ തന്നെ 93 സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 93 1 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. 93 സങ്കീർത്തനം ഒരുമിച്ച് വായിക്കാം. യഹോവ വാഴുന്നു, അവിടുന്ന് മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു.
നിന്റെ സിംഹാസനം പുരാതനമായി സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രങ്ങളുടെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാൾ ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് നീക്കും ഉചിതൻ തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിങ്കലെ പോലെ മതയ്ക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ വിശുദ്ധ സുവിശേഷ പാഠഭാഗം വായിക്കുന്ന ശ്രദ്ധിപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 24 മുതൽ 29 വരെ. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റ് ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവന്റെ വിലാപുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക. അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് യേശുവിനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശുവിനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. തോമസ് യേശുവിനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശുവിനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നമുക്ക് തിരുവചന സത്യത്തിലേക്ക് പ്രവേശിക്കാൻ പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കുവാൻ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരികയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന് ശക്തീകരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവെ, പുനരുത്ഥാനം ചെയ്ത് അവിടുത്തെ ശിക്ഷക്ക് പ്രത്യക്ഷപ്പെടുകയും പ്രത്യേകിച്ച് തോമസിനെ സ്പർശിക്കുകയും ചെയ്ത അനുഭവത്തെ ശാന്തമായി ഓർക്കട്ടെ. ഈ പ്രഭാതത്തിൽ ധ്യാനചിന്തയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ അത്ഭുത ചിന്ത അടിയങ്ങൾക്ക് പകരണമേ. ഉയർത്ത യേശുവിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ അംഗീകരിക്കുമാറാകണമേ. ആമേൻ. ഇരിക്കാൻ. അനുഗ്രഹപൂർണമായ ഈ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പ്രഭാതത്തിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ നൽകിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ആരാധനകൾക്ക് പരിമിതിയും ബുദ്ധിമുട്ടുകളും ഉണ്ട് എങ്കിലും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടും ദൈവത്തിൻ്റെ മുഖത്തെ കാണുന്നതിനും ദൈവശബ്ദം കേൾക്കുന്നതിനും ഈ ചിന്തകൾ മുഖാന്തരമൊരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സകലർക്കും അനുഗ്രഹങ്ങളും നന്മകളും ഞാൻ നേരുന്നു. ഒപ്പം കോവിഡ് എന്ന രോഗം കൊണ്ട് തളർന്നിരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ, എല്ലാ സംസ്ഥാനങ്ങൾക്കും സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഒരുക്കട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രഭാതത്തിൽ ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുക എന്ന വിഷയത്തെ ആസ്പദമാക്കി
നാം ശ്രദ്ധിച്ച വിശുദ്ധ സുവിശേഷ ഭാഗവുമായി ബന്ധപ്പെട്ട് ചുരുക്കം ചില ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. സുവിശേഷങ്ങളിലെ പുനരുത്ഥാന വിവരണങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ട്. പ്രത്യേക ദൈവജനത്തിൻ്റെ വിശ്വാസ ശാക്തീകരണമാണ് ഇതിൻ്റെ ഉദ്ദേശം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പൊതുവായ ലക്ഷ്യം വിശ്വാസ ദൃഢീകരണം തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെല്ലാം എഴുതിയിരിക്കുന്നു. വിശ്വാസത്തെ ഒരു മർമ്മം എന്ന നിലയിലാണ് യോഹന്നാൻ സുവിശേഷകൻ വിവരിക്കുക. സവിശേഷമായ ജീവിത സാഹചര്യങ്ങളിലുള്ള ദൈവികമായ ഇടപെടലിനോട് കൂടെയുള്ള പ്രതികരണമാണ് വിശ്വാസം. അഥവാ ദൈവിക ഇടപെടലുകളോട് കൂടെയുള്ള ക്രിയാത്മകമായ ഒരു പ്രതികരണമാണ് അത് ഉദ്ദേശിക്കുക. കൂടിക്കാഴ്ചകൾ അഥവാ കണ്ടുമുട്ടലുകൾക്ക് വ്യക്തികളെ സമൂലമായ പരിവർത്തനം വരുത്തുന്നതിന് സാധിക്കും. മറക്കാനും തടുക്കാനും ആകാത്ത വിധം വിശ്വാസ ജീവിതങ്ങൾ മാറി മറയുന്നു. അഥവാ കണ്ടുമുട്ടലുകൾ ഒരു പുതിയ ആരംഭത്തിന് മുഖാന്തരമാണ്. ലോകൈക രക്ഷകനാകുന്ന യേശുക്രിസ്തു ഉയർത്ത ശേഷം പല സന്ദർഭങ്ങളിൽ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവം വിശുദ്ധ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. എപ്പോഴെല്ലാം ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടുവോ അവർക്കെല്ലാം ആദ്യം ആശംസിക്കുക നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ആദ്യ 2 സന്ദർഭങ്ങളിലും ഒരുപക്ഷെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസിന് അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ശിഷ്യരോടൊപ്പം വാതിലടച്ച് പേടിച്ചിരുന്ന തോമസ് ഉൾപ്പെടെയുള്ളവർക്ക് യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. യേശു തോമസിനെ പ്രത്യക്ഷപ്പെട്ട് അവന് വ്യക്തിപരമായ അനുഭവം നൽകുമ്പോൾ തോമസ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവരെ എന്ന്. ശിഷ്യരിൽ ഏറ്റവും കൂടുതൽ ഉറച്ച് യേശുവിനെ കീർത്തിപ്പെടുത്തിയ ഒരു ശിഷ്യനാണ് തോമസ്. കാരണം കർത്താവ് എന്ന പദം ഒരു മതേതര പദമാണ്. ഭരണാധിപൻ, നായകൻ, യജമാനൻ, അധികാരവും ശക്തിയുമുള്ളവൻ, ഒരു കുടുംബത്തിന്റെ തലവൻ, ഒരു സ്ത്രീയുടെ രക്ഷാധികാരി, അടിമയുടെ യജമാനൻ, സ്വത്തിന്റെ ഉടമസ്ഥൻ, ഇങ്ങനെയെല്ലാം എണ്ണമറ്റ അർത്ഥങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനം സഭയ്ക്ക് ഇന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന, അനുകരിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ചില കൊച്ചു കൊച്ചു ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവയ്ക്കാം. ഒന്നാമത്, ഗ്രഹിക്കാൻ കഴിയാത്തവയെ ഗ്രഹിച്ചു എന്ന് അവകാശപ്പെടാൻ തോമസ് തയ്യാറായില്ല. ഗ്രഹിക്കാൻ കഴിയാത്തവയെ ഗ്രഹിച്ചു എന്ന് അവകാശപ്പെടാൻ തോമസ് തയ്യാറായില്ല. തോമസ് ഒരു സൂക്ഷ്മ ബുദ്ധിക്കാരനായിരുന്നു. ഏത് കാര്യത്തിനും ഏത് ഒരു വസ്തുതയും കാര്യകാരണസഹിതം വിവേചിച്ചറിയാനുള്ള ഒരു താല്പര്യം തോമസിനുണ്ടായിരുന്നു. വസ്തുതകൾ
കാര്യകാര്യ സഹിതം ഉൾക്കൊള്ളുകയാണ് തോമസിന്റെ ഇഷ്ടം. ഉദാഹരണം പറഞ്ഞാൽ യോഹന്നാൻ 14 അധ്യായത്തിൽ യേശുവിന്റെ ആ ഒരു വേർപാടുമായി ബന്ധപ്പെട്ട് ശിഷ്യരെ ധൈര്യപ്പെടുത്താൻ പറയുന്ന ആ ഭാഗത്ത് യേശു ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കാൻ വീണ്ടും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. പക്ഷെ തോമസ് പെട്ടെന്ന് ചോദിക്കുന്നു, കർത്താവേ, നീ എവിടെ പോകുന്നത് ഞങ്ങൾക്കറിയില്ല, പക്ഷേ വഴി പിന്നെ എങ്ങനെ അറിയും? മറ്റാരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ തോമസ് ചോദിക്കുന്നത്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നാണ്. അതിന്റെ അർത്ഥം ഏത് കാര്യത്തിനും യുക്തിപൂർവ്വം മനസ്സിലാക്കാൻ തോമസ് ശ്രമിക്കുന്നു എന്നതാണ്. നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന, അനുകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണത്. നമ്മുടെ സംശയങ്ങളെ ദൂരീകരിക്കാൻ ഗുരുനാഥൻ കൂടെ ഉണ്ട്. ഏത് വലുതും ചെറുതുമായ കാര്യങ്ങളെയും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യത്തെയും നാം യേശുവിനോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ശാന്തമായി കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നത് പോലെ യേശു രക്ഷകൻ നമ്മെ പഠിപ്പിക്കും എന്നത് തികച്ചും ഒരു സത്യമാണ്. കാര്യങ്ങൾ യുക്തിപൂർവ്വം മനസ്സിലാക്കി വകയിരുത്തുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. ദൈവത്തിന്റെ വചനം കേട്ടാൽ പോരാ, ഗ്രഹിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തോമസിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. ഇത് അവന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് 8 ദിവസം കഴിഞ്ഞിട്ട് യേശു ഉയർത്ത ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് തോമസ് ഉണ്ടായിരുന്നപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അടഞ്ഞു കിടന്ന വാതിലിനകത്ത് പ്രവേശിച്ച യേശു നിങ്ങൾക്ക് സമാധാനം എന്ന് ആദ്യം സംബോധന ചെയ്തു. എന്നിട്ട് തോമസിന് മെല്ലെ കൈ കാട്ടി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, തോമസേ, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇന്നും മുറിപ്പാടുള്ള കരങ്ങളും വിലാപ്പുറവും ശിരസ്സും കാലുകളും കൊണ്ട് നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്ന യേശു കൂടെ ഉണ്ട് എന്നത് മറന്നു പോകരുത്. നാം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ നമ്മുടെ ഉൾക്കണ്ണ്, ആത്മീക കണ്ണ് തുറക്കുന്നവനാണ് ഉയർത്ത യേശു. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുള്ള തരംതാണ അനുഭവങ്ങൾക്ക് വിരാമം നൽകി ഉയർന്ന ചിന്തയിലേക്ക് നയിക്കാൻ യേശു തയ്യാറാണ് എന്നത് മനസ്സിലാക്കുക. യേശുവിന്റെ സാന്നിധ്യം ഞാൻ സൂചിപ്പിച്ചത് എല്ലാ സമയത്തും നമ്മോട് കൂടെ ഉണ്ട്. എന്നാൽ പലപ്പോഴും തോമസിനെ പോലെ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല, സ്പർശിച്ചല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ വേദനകളിൽ, തകർച്ചകളിൽ യേശുവിന്റെ മുറിപ്പാട് കാണാൻ കഴിയണം. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തകർക്കപ്പെട്ട കരത്തെ വ്യക്തമായി കാണാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ എന്റെ കർത്താവും എന്റെ ദൈവമേ ആയുള്ളവേ എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മറ്റുള്ളവരെ കരുതാൻ തോമസിന് ദൈവം ശക്തി നൽകി, യേശു ശക്തി നൽകി. അപ്പൊ മറ്റുള്ളവരെ കരുതണമെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തകർച്ച ഉണ്ടായേ തീരും. സാധാരണ പറയുന്നത് പോലെ ഒരു ഭാഗം
താഴുമ്പോൾ മാത്രമേ മറ്റൊരു ഭാഗം കുന്നാക്കി തീർക്കാൻ കഴിയത്തുള്ളൂ എന്നതൊരു സത്യമാണ്. യേശുവിന്റെ മുറിപ്പാടുകൾ നേരിട്ട് നമുക്ക് കാണാം. കാൽവരിയിലെ സ്നേഹത്തിലൂടെ, കാൽവരിയിലെ കരുതലിലൂടെ, ദൈവത്തോടുള്ള ബന്ധത്തിലൂടെ. സുവിശേഷ പ്രവർത്തനങ്ങളിൽ വീരമർമ്മം മുഴക്കുന്നവർക്കുള്ള ഒരു മാതൃകയാണ് തോമസ്. പൊള്ളത്തരം കൊണ്ട് പൊന്തിപ്പൊന്തി ജീവിക്കുന്ന ജീവിതങ്ങൾ, പൊള്ളത്തരം കൊണ്ട് വ്യക്തി താല്പര്യങ്ങളെ വർദ്ധിപ്പിച്ച് അതിൽ മാത്രം ലയിച്ച് ജീവിക്കുന്ന അനുഭവങ്ങൾ. ഈ പൊള്ളത്തരങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിരിക്കും. നമ്മുടെ വ്യക്തിപരമായ അനുഭവം കരസ്ഥമാക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ തിരിച്ചറിയാൻ എളുപ്പമാണ്. യേശുവിനെ കുറിച്ച് അറിയാൻ എളുപ്പമാണ്, യേശുവിനെ തിരിച്ചറിയാൻ എളുപ്പമാണ്. എന്നാൽ യേശുവിനെ അറിയാൻ പ്രയാസമാണ്. നമുക്കറിയാം, മറ്റൊരാളിനെ കുറിച്ചറിയാൻ എളുപ്പമാണ്. ആരുടെയെങ്കിലൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന അനുഭവം നമ്മൾ വിശ്വസിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അറിയുക വളരെ പ്രയാസമാണ്. കൂടെ നടന്ന് അദ്ദേഹത്തിന്റെ ജീവിത രീതിയും ഇടപെടലും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തവരെ ഗ്രഹിച്ചു എന്ന് അവകാശപ്പെടുന്നവരോട് തോമസ് പറയുന്നു, യേശുവിന്റെ മുറിപ്പാട് കാണണം, അവിടുത്തെ കരത്തിൽ സ്പർശനം ഏൽക്കണം. രണ്ടാമത്, ഇത് അനുഭവിക്കുമ്പോൾ തോമസ് താൻ സമ്പൂർണമായി സമർപ്പിക്കപ്പെടും. താൻ സമ്പൂർണമായി സമർപ്പിക്കപ്പെടും. നമുക്കറിയാം, ദൈവീകതയുടെ അത്യടാകതയിലേക്ക് പോകുമ്പോൾ സാധാരണമായ ധാരണകൾ തകരുന്നു. യേശുവിന്റെ മുറിവുകൾ കാണുമ്പോൾ തോമസ് സമർപ്പിക്കുന്നത് പോലെ നമുക്കൊരു സമർപ്പണം ആവശ്യമാണ്. എവിടെയാണ് നമ്മൾ യേശുവിന്റെ മുറിപ്പാട് കാണുക? എങ്ങനെയാണ് നമ്മൾ യേശുവിന്റെ മുറിപ്പാട് കാണുക? നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ യേശുവിന്റെ മുറിപ്പാട് കാണാൻ കഴിയും. ഈ നാളുകളിൽ വളരെ ഞെരുങ്ങി ബുദ്ധിമുട്ടി ലോകജനത സങ്കടക്കയത്തിൽ കഴിയുന്നു. വാസ്തവത്തിൽ ഒരു പരിധിവരെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാട്, മരണത്തോട് മല്ലടിക്കുന്ന, ജീവിത പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കൊറോണ എന്ന രോഗമുണ്ട്. COVID-19 എന്ന വൈറസ് മഹാമാരി ഇന്ത്യ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾ മൊത്തം വേദനയിൽ ആയിരിക്കുന്നു. ഇവിടെ യേശുവിന്റെ മുറിപ്പാട് കാണാൻ, അതിലൂടെ യേശുവിന്റെ ശക്തി അനുഭവിക്കാൻ, സൗഖ്യമാക്കുന്ന സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അതിന് ദൈവം ഇവിടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മുറിപ്പാടുകൾ കാണുമ്പോൾ തോമസ് സമർപ്പിച്ചിട്ട് എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ എന്നാണ് യേശുവിനെ സംബോധന ചെയ്യുക. ഇവിടെ അത്യുന്നതനായ ദൈവത്തിന്റെ തത്തുല്യമായ ആളത്വം തോമസ് യേശുവിൽ കാണുന്നു. സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായി യേശുവിനെ അംഗീകരിക്കുന്നു. തോമസിന്റെ ഈ സംബോധനയിൽ മനുഷ്യസഹജമായ അനേക വികാരങ്ങൾ പ്രകടമാണ്. അത്ഭുതം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവമാണ് യേശുവിന്റെ ഉയർപ്പ്. തോമസ് അത് അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു അത്ഭുതമായി അനുഭവിച്ചു. ഈ അത്ഭുതം അനുഭവിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഡിലൈറ്റ്, ഇത് തോമസിന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു.
ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം. ഈശ്വരനോട് ഒരുപാട് അത്ഭുതങ്ങൾ അനുഭവിച്ച തോമസ് അതിനേക്കാൾ സന്തോഷിക്കുന്നത് യേശുവിന്റെ ഉയർപ്പ് അനുഭവിക്കുമ്പോഴാണ്. അത്ഭുതവും സന്തോഷവും പ്രാപിച്ച തോമസ് ചെയ്യുന്നത് അനുഭവിക്കുന്നു. തന്റെ ജീവിതത്തിലുണ്ടായ അല്പവിശ്വാസക്കുറവിനെ കുറിച്ച് അനുഭവിക്കുന്നു. അനുഭവിച്ച തോമസ് ദുഃഖിക്കുന്നു. ദൈവത്തിന്റെ അഥവാ യേശുരക്ഷകന്റെ സന്നിധിയിൽ വളരെ താൻ ചെയ്തു പോയ കുറവിനെ ഓർത്ത് ദുഃഖിക്കുന്നു. അത് കഴിയുമ്പോഴാണ് തനിക്കൊരു വിശ്വാസം പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈ വിശ്വാസം പ്രകടമാകുമ്പോൾ വിശ്വാസത്തിന്റെ ദൃഢതയിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളത്. ഒരു ഏറ്റുപറച്ച അതുകൊണ്ട് തീരുന്നില്ല. അദ്ദേഹം ഈ ഏറ്റുപറച്ചിൽ ഒരു വിളംബരമായി കൊണ്ടെത്തിക്കുന്നു. വ്യക്തിപരമായ നന്മകളും അനുഗ്രഹങ്ങളും ഒരുപക്ഷെ വീഴ്ചകളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. ഇത് നമ്മൾ അനുഭവിക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നന്മകൾ അനുഭവിക്കുമ്പോൾ അത്ഭുതം തോന്നാം. ആ അത്ഭുതം സന്തോഷത്തിലെത്തിക്കാം. പക്ഷെ ഇത് രണ്ടും സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. കുറവുകൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതോർത്ത് ദുഃഖിക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ ഒരു വിശ്വാസത്തെ പൂർണ്ണതയിൽ എത്തണം. എന്നിട്ട് യേശുവിനെ വായുകൊണ്ട് ഏറ്റുപറയാം. ഒരു വിളംബരം ലോകത്തിൽ എല്ലായിടും യേശുവിന്റെ ആ ഉയർപ്പിൻ സന്തോഷം പറയുവാൻ സാധിക്കണം. സുതാര്യ ജീവിതത്തിന്റെ ഉടമയാണ് തികഞ്ഞ ആത്മാർത്ഥത ഉള്ളവൻ. വിലാപ്പുറവും കയ്യും കാണുമ്പോൾ മറുതലിക്കാതെ ഉൾക്കൊള്ളുന്ന തോമസ്. നമുക്കറിയുന്ന ധാരാളം അനുഭവങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നു. അതിലെല്ലാം ആത്മാർത്ഥതയോടെ യേശുവിനെ സാക്ഷിക്കാൻ, അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അന്നത്തെ കാലത്ത് റോമ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയെ കർത്താവായി ആരാധിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹോവ മാത്രമാണ് ദൈവം. തോമസ് തന്റെ ഈ പ്രഖ്യാപനത്തിലൂടെ യേശുവിനെ ഒരു റോമ ചക്രവർത്തിയോടും ദൈവത്തോടും തുല്യമാണ്. രാഷ്ട്രീയമായും മതപരമായും അംഗീകരിക്കുന്ന തോമസ് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മുടെ കർത്താവും ദൈവമായി അംഗീകരിച്ച വ്യക്തിപരമായ ബന്ധത്തിൽ ഒരല്പം പോലും അകൽച്ചയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇല്ലായ്മയുടെ സമൃദ്ധിയാണ് എനിക്കുള്ളത് എങ്കിലും എനിക്ക് ദൈവമുണ്ട് എന്നും ഒരു എബ്രായ കവി പറയുന്നത് ശ്രദ്ധേയമാണ്. ദൈവമില്ലാത്ത ഒരുവന് മറ്റെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് നമ്മൾ അറിയാം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തോമസ് വ്യക്തിപരമായ യേശുവിനെ അനുഭവിച്ച് സമർപ്പിച്ചതുപോലെ യേശുവായിട്ട് വ്യക്തിപരമായ അളത്വപരമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. യേശുവിനെ കണ്ടുമുട്ടണം എന്നർത്ഥം. ഒരു വിശ്വാസി യേശുവിനെ അന്വേഷിക്കുമ്പോൾ യേശുവിനെ കണ്ടെത്താനുള്ളത് തലയിലെ കിരീടവും ആണിപ്പാടുകളുള്ള കൈകാലുകളും വിലാപ്പുറത്തെ മുറിവുകളുമാണ്. ഒരിക്കലും തോർസിലെ മാർട്ടിൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു യേശുവിനോട്. അപ്പോൾ പിശാച് വെളുത്ത അങ്കിയും സ്വർണ്ണ കിരീടവും അണിഞ്ഞ് കർത്താവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, ഞാൻ യേശുക്രിസ്തുവാണ്, എന്നെ മുമ്പിട്ട് ആരാധിക്കുക എന്ന് മാർട്ടിനോട് പറഞ്ഞു. ടോറസിലെ മാർട്ടിൻ ചോദിച്ചു, ആണിപ്പാടവിടെ? കുന്തം കൊണ്ട് കുത്തപ്പെട്ട മുറിവുകൾ എവിടെ? മുൾക്കിരീടം എവിടെ? പീഡാനുഭവത്തിന്റെ അടയാളങ്ങൾ എവിടെ?
അത് കണ്ടാൽ ഞാൻ ആരാധിക്കാം. ഈ വാക്കുകൾ കേട്ട പിശാച് അപ്രത്യക്ഷമായി. മുറിപ്പാടില്ല, മുൾക്കിരീടം ചാർത്തപ്പെടാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആരാധിക്കാൻ സാധ്യമല്ല. സമ്പൂർണമായ വിനയത്തോട്, സമ്പൂർണമായ സമർപ്പണത്തോട് എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ എന്ന് നമുക്ക് യേശുവിനെ അംഗീകരിക്കാം. ഹൃദയത്തിൽ ഉൾക്കൊള്ളാം. ഈ നാളുകളിൽ ദൈവത്തിന്റെ കൃപ അതിന് നൽകി നമ്മൾ നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22 അപ്പോസ്തല വിശ്വാസമാണ്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ബാധിക്കപ്പെട്ട് ജനിച്ച് പന്തിയോസ് പിലാത്തോസിന്റെ കയ്യിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുകൾ മുടക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉയർത്ത യേശുവിന്റെ സാന്നിധ്യം പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെടാം. അടിമനാഥന്റെ ആ മുൾക്കിരീടവും കൈകാലുകളിലെ ആണിപ്പഴുതും വിലാപ്പുറത്തുള്ള കുന്തം കൊണ്ടുള്ള മുറിപ്പാടും കണ്ട് നമുക്ക് വേണ്ടി നമ്മോടുകൂടെ കഷ്ടപ്പെടുന്ന യേശുവിനെ അനുഭവിച്ച് ധന്യത കണ്ടെത്തുവാൻ ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ അവസ്ഥകള്, നമ്മുടെ അനുഭവങ്ങൾ അറിയുന്ന ദൈവത്തോട് തുറന്ന മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. ആരാധിൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധിൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ പാവൻ
ചിന്തിച്ചോട്ടെ സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ ആരാധിൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേ നിൻമുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേ നിൻമുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. ഉയർപ്പിലൂടെ ഞങ്ങൾക്ക് പുതുജീവനും പുതുപ്രത്യാശയും വിശ്വാസത്തിന്റെ ദൃഢതയും നൽകി നടത്തിയ ക്രിസ്തുവേ, അവിടുന്ന് മഹത്വത്തിന്റെ തേജസ്സായി അത്ഭുത ദൈവമായി ഇന്നും ഞങ്ങളോടൊത്ത് ജീവിച്ച് അവിടുത്തെ മുറിപ്പാട് കാണിച്ച് ഞങ്ങളുടെ മുറിപ്പാടുകൾ അതിലൂടെ മായ്ച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി പിതാവേ. നിങ്ങൾക്ക് സമാധാനമെന്ന് ഉയർപ്പിന് സന്ദേശം നൽകി ലോകജനതയുടെ പാപത്തെ സ്വയം തന്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് മുറിപ്പാടിലൂടെ ഞങ്ങളെ ഇന്നും ഞങ്ങളുടെ കുറവുകളെ പൂരിപ്പിച്ച് കരുതിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി 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 നാണ്. പ്രത്യേക കോവിഡ് എന്ന രോഗം കൊണ്ട് തളർന്ന മനസ്സുമായി നുറങ്ങിയ ഹൃദയങ്ങളോടെ ക്ഷീണിച്ച ശരീരങ്ങളോടുകൂടെ ആയിരിക്കുന്ന ലോകജനതയുടെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ജീവനുണ്ടെങ്കിലും ജീവനറ്റവരായി തീരുന്ന അനുഭവം ഈ പകർച്ചവ്യാധിയിലൂടെ അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, പരിപൂർണമായ വിമോചനവും വിടുതലും അങ്ങയുടേതാണല്ലോ. അവിടുന്ന് വേഗം ഇടപെട്ട് പ്രവർത്തിച്ചുള്ളവരാകണമെന്ന് കേൾക്കുന്നു. ഇന്ത്യ, അയൽരാഷ്ട്രങ്ങൾ, ലോകരാഷ്ട്രങ്ങളെ ഞങ്ങൾ ഓർക്കട്ടെ. ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ ഈ രോഗബാധിതരായി കഴിയുന്ന എല്ലാവർക്കും ആശ്വാസം ദൈവം നൽകണമേ. നിരീക്ഷണത്തിലിരിക്കുന്ന മക്കൾ ധൈര്യത്തോടെ മുന്നേറി റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവ് എന്ന് പറയുവാൻ, വിടുതലുള്ളവരെന്ന് പറയുവാൻ കർത്താവിന്റെ ഇടപെടൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. രോഗബാധിതർക്ക് വേണ്ടി ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടേഴ്സ് തുടങ്ങി ലോകത്തിലുള്ള എല്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ വലുത് ചെറുതുമായ ശുശ്രൂഷകരെ ദൈവം മാനിക്കണമേ. അവരിൽ ഈ രോഗബന്ധനം ഉണ്ടാകാൻ അനുവദിക്കാതെ ധൈര്യവും ആരോഗ്യവും വിടുതലും നൽകി അവരെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ. പ്രത്യേകിച്ച് ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളെയും ഓർക്കട്ടെ. എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ജില്ലകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ഓരോ കോണുകളിലും മൂലകളിലും പല സ്ഥലങ്ങളിലും കഴിയുന്ന സകലർക്ക് ദൈവമേ സൗഖ്യവും വിടുതലും നൽകി കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രിയെയും സഹമന്ത്രിമാരെയും ഓർക്കുന്നു. എല്ലാ സംസ്ഥാനമുള്ള മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഔദ്യോഗിക രംഗത്തുള്ളവരെയും ഓർക്കുന്നു. അവരിലൂടെയുള്ള ഇടപെടൽ ലോകജനതയ്ക്കും ഇന്ത്യക്കും താങ്ങായി തണലായി സൗഖ്യത്തിന് മുഖാന്തരമായി തീരുമാൻ ദൈവമേ സഹായിക്കണമെന്ന് കേഴുന്നോക്കാം. കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കരുതണം. ദൈവത്തിന്റെ കൃപ കൊണ്ട് നടക്കണമേ. വിവിധ രാജ്യങ്ങളിൽ തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലുള്ള എല്ലാ മക്കളെയും, പ്രത്യേക കേരളത്തിലുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കട്ടെ. ഇങ്ങനെ ആയിരിക്കുന്ന എല്ലാവർക്കും
യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് കാത്തുകൊണ്ടാകണമേ. യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ദൈവം നടത്തണം. ആഹാരങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ അനുവദിക്കാതെ സർവശക്തൻ കാത്ത് പരിപാലിക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ പോയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവത്തിന്റെ പരിപാലനയിൽ നയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വിദ്യാഭ്യാസം പോയിരിക്കുന്ന എല്ലാ മക്കളെ വ്യക്തിപരമായി അവിടെ നിന്ന് അറിയുമാറാകണമേ. ഞങ്ങളുടെ ദേശത്തുള്ള മക്കൾക്കായി പ്രാർത്ഥിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും ദൈവം കരുതി കൊള്ളുമാറാകണമേ. യാതൊരു പകർച്ചവ്യാധിയും അടുമേലുണ്ടാകാതെ ദൈവം നടത്തണം. ദാരിദ്ര്യരായി തീർന്നിരിക്കുന്ന, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലല്ലോ ദൈവം എന്ന് ചിന്തിക്കുന്ന, വിലപിക്കുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കാണാനുള്ള കണ്ണു തുറന്ന് അന്യരെയും കണ്ടവരെ പോഷിപ്പിക്കുവാൻ മനസ്സ് നൽകുമാറാകണമേ. ഞങ്ങളുടെ സഭയ്ക്കും അതിനുള്ള മനസ്സ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായുടെ ഓർക്കട്ടെ. അഭിവന്ന ബിഷപ്പിന് മനസ്സിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഔദ്യോഗിക ഭാരവാഹികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ തികച്ചും ആത്മനിറവോടെ ഈ ലോകത്തിന് പ്രതിരോധ ശക്തി കൊണ്ടത്തക്ക വിധത്തിൽ മുഖാന്തരം ഒരുക്കണമേ. ഇടതല്ലാതെ പ്രാർത്ഥിക്കുന്ന ദക്ഷിണേന്ത്യ മഹായുടെ നവീകരണ സുവിശേഷ സംഘത്തിലെ അംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം വഹിക്കുന്ന അച്ഛനെയും ഇടതരമില്ലാതെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെയും ദൈവം അംഗീകരിച്ചുള്ള പ്രാർത്ഥന ഞങ്ങളുടെ രാജ്യത്തിനും ലോകരാഷ്ട്രങ്ങൾക്കും വിടുതലിനും മുഖാന്തരമൊരുക്കണമേ. കർത്താവേ, ദൈവകൃപ അനുഭവിക്കാൻ ഇടയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനകളിൽ പങ്കെടുക്കാൻ കഴിയാതെ എല്ലാ മക്കൾക്ക് ഈ ശുശ്രൂഷ ആരാധനയുടെ ചൈതന്യം വിളമ്പുവാൻ ലഭിക്കുവാൻ ഒരുക്കുകയും തോമസിന്റെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിപരമായ നന്മ ഞങ്ങളെല്ലാവരും അനുഭവിക്കാൻ ഒരുക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ പൂർണ്ണ നിറവിൽ കാക്കണമേ. യേശുവിടെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമീൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ പാപക്കടങ്ങളെയും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകർത്താവ് സർവദോഷം തിരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. വിശ്വാസത്തോടും സമാധാനത്തോടും ആശീർവാദം അനുഭവിക്കുകയും സമാധാനത്തോടെ ലോകത്തിലേക്ക് പോകുകയും തീയതിനവർക്ക് നല്ലതിനെ മുറുകെ പിടിക്കുകയും ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സംരക്ഷണയും ഉണ്ടായവയും ദൈവമക്കളുടെ നാമവരോടും ലോകജനതയോടും ഇന്ത്യയോടും രോഗവിമുക്തിയോടും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.